ഇന്നത്തെ പ്രത്യേകത കർക്കിടക മാസം അവസാനിക്കുന്നു എന്നതാണ്, നാളെ ചിങ്ങം തുടങ്ങും എന്നതുമാണ്. ഇത് മാത്രമാണോ ഈ സമയത്തിന്റെ പ്രത്യേകത? ഗുരുപൂർണിമ കഴിഞ്ഞാൽ വൃശ്ചികം പകുതി വരെ, കർക്കിടകത്തിന്റെ പകുതി മുതൽ വൃശ്ചികത്തിന്റെ പകുതി വരെ നീണ്ടു നിൽക്കുന്ന 4 മാസങ്ങളാണ് ലോകത്തിലെ എല്ലാ മതങ്ങളിലെയും പ്രധാനപ്പെട്ട എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും കടന്നു വരുന്നത്. ഹിന്ദുക്കളുടേത് മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും മുഖ്യമായ പ്രധാന ആരാധനാ പദ്ധതികളെല്ലാം കടന്നു വരുന്നത് ഗുരുപൂർണിമയ്ക്ക് ശേഷം വൃശ്ചികം അവസാനം 41 കൂടി അവസാനിക്കുന്ന വിധത്തിലാണ്. ഇതിനൊരു പേരിട്ടിട്ടുണ്ട് നമ്മുടെ ഋഷിമാര്. അതിന്റെ പേര് ചാതുർമാസ്യം എന്നാണ്. ചാതുർമാസ്യ വ്രതം എല്ലാ ഹിന്ദുക്കളും എല്ലാ മറ്റു മതങ്ങളും എല്ലാ ആളുകളും ഇതിനെ ഒരു സാധനാ വാരമായി സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാധനാ കാലമായി സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനാ കാലമായി ഈ സംഗതിയെ സ്വീകരിച്ചത്, ഈ കാലത്തെ സ്വീകരിച്ചത്? എന്താണ് കാലത്തിന്റെ പ്രത്യേകത? ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് നാട്ടിലെ ആളുകൾക്ക് തീരെ ചിന്തയില്ലാത്ത കാര്യങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിന്റെ അകക്കാമ്പ് കണ്ടെത്താൻ സാധിക്കും. ഇന്ന് പൊതുവെ ആളുകൾക്ക് കാലത്തെക്കുറിച്ചോ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചോ ഒന്നും വളരെ സഗൗരവമായിട്ടുള്ള പഠനങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നതായി കാണുന്നില്ല. ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ വളരെയേറെ പുരോഗമിച്ച ഈ നാട്ടിൽ നമ്മളെ ശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം വളരെ പുരോഗമിച്ചു. നമ്മുടെ ശാസ്ത്ര കണ്ടെത്തലുകൾ വളരെ മുന്നോട്ട് പോയി. ഇത്രയൊക്കെ ആയിട്ടും നമ്മളെ കൃഷി വകുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പോ ഒക്കെ ഒരു 4 കണ്ടത്തിനകത്ത് 4 കണ്ടമാക്കി തിരിക്കുമല്ലോ നമ്മളെ പറമ്പ്. ഒരു കണ്ടത്തിൽ ഇന്ന കൃഷി, മറ്റേ കണ്ടത്തിൽ ഇന്ന കൃഷി, 3ാമത്തെ കണ്ടത്തിൽ ഇന്നാമതൊരു കൃഷി, 4ാമത്തെ കണ്ടത്തിൽ ഇന്ന കൃഷി എന്നൊക്കെ നമ്മളോട് കൃഷി വകുപ്പ് പറയുമ്പോഴും ആ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുമോ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിച്ചു കാണുന്നില്ല. തീരെ നല്ല തണുപ്പുള്ള ഒരു പ്രദേശത്ത് നമ്മൾ കപ്പയും റബ്ബറും ഒക്കെ വെക്കുന്നതോടുകൂടി നാളെ കുറഞ്ഞ കാലം കൊണ്ട് അവിടുത്തെ തണുപ്പ് നഷ്ടപ്പെടുകയും പിന്നീട് ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചു വറ്റിക്കുന്ന റബ്ബർ പ്രദേശത്ത് ഉള്ള വെള്ളം കൂടി ഇല്ലാതാവുകയും കൂടി ചെയ്യുമ്പോൾ ദൈവം ചതിച്ചതുകൊണ്ട് ഞങ്ങളുടെ കൃഷിയൊക്കെ നശിച്ചുപോയി എന്ന് നമ്മളിൽ പലരും വിലപിക്കുമ്പോൾ ആ വിലാപത്തിന്റെ പിന്നിലുള്ളത് കാർഷിക ചിന്തകളെക്കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ടതാണ്. ഇന്നെന്ന കാലയളവിൽ ഇന്ന രീതിയിൽ ജീവിക്കണം എന്ന് പഴയ കാലത്തെ ആളുകൾ നമുക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഒട്ടും പാലിക്കാത്ത ഒരു ജീവിതം നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതചര്യയിൽ ഇന്ന് അനേകായിരം രോഗങ്ങളും മനസമാധാനമില്ലായ്മയും നമ്മളെ തേടി വന്നിട്ടുണ്ട്. ഇത് വളരെ രസകരമായി ഒന്നല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഒരു കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും, കറുത്ത പക്ഷം വെളുത്ത പക്ഷം എന്നിങ്ങനെ 2 പക്ഷങ്ങളുണ്ട്. കറുത്ത പക്ഷത്തിലെ പറിച്ച കപ്പയുടെ രസവും വെളുത്ത പക്ഷത്തിൽ പറിച്ച കപ്പയുടെ രസവും തമ്മിൽ എന്താണ് വ്യത്യാസം? എങ്ങനെ ആ വ്യത്യാസം ഉണ്ടായി? ഒരു ഞണ്ടിനെ കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും പിടിക്കുമ്പോൾ ഒരു പക്ഷത്തിൽ മാംസമുള്ള ഞണ്ടും മറ്റേ പക്ഷത്തിൽ മാംസമില്ലാത്ത ഞണ്ടും കിട്ടുമ്പോൾ പക്ഷത്തിന് നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത്, നമ്മളുടെ കൃഷിക്കകത്ത് വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയവരാണ് നമ്മുടെ പ്രാചീന ഋഷിമാർ.